പൃഥ്വിരാജിന്റെ സംവിധാനത്തിലെത്തുന്ന എമ്പുരാന്റെ ചിത്രീകരണ തിരക്കുകളിലാണ് നടൻ. ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി ഒരുക്കുന്ന സിനിമയെ വലിയ പ്രതീക്ഷയോടെയാണ് ആരാധകരും നോക്കിക്കാണുന്നത്. അടുത്ത വർഷം റിലീസ് ചെയ്യാൻ സാധ്യതയുള്ള എമ്പുരാന്റെ ചിത്രീകരണം അവസാനിച്ചിരിക്കുകയാണ്. ഇതിനിടെ സിനിമയുടെ ലൊക്കേഷനിൽ നിന്നുള്ള പുതിയൊരു വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് പൃഥ്വിരാജിന്റെ ഭാര്യയും നിർമ്മാതാവുമായ സുപ്രിയ മേനോൻ. ഭർത്താവിനെ അറിയിക്കാതെ രഹസ്യമായിട്ടാണ് സുപ്രിയ ലൊക്കേഷനിലേക്ക് എത്തിയത്. നിലവിൽ പാലക്കാട് വെച്ചാണ് എമ്പുരാന്റെ ഷൂട്ടിംഗ് നടക്കുന്നത്. മുംബൈയിൽ പുതിയ ഫ്ലാറ്റ് വാങ്ങി അങ്ങോട്ട് താമസം മാറിയതിനാൽ സുപ്രിയയും മകളും അവിടെയും പൃഥ്വിരാജ് പാലക്കാടുമായിരുന്നു. ചിത്രീകരണത്തിന്റെ അവസാന ദിവസമായതിനാൽ അതിരാവിലെ മുംബൈയിൽ നിന്നും ഫ്ലൈറ്റ് പിടിച്ചാണ് സുപ്രിയ നാട്ടിലേക്ക് എത്തുന്നത്. ശേഷം 3 മണിക്കൂറോളം കാറിൽ സ്വയം ഡ്രൈവ് ചെയ്ത് പാലക്കാടുള്ള ലൊക്കേഷനിലെത്തി. സഹപ്രവർത്തകരിൽ നിന്നും പൃഥ്വി എവിടെയാണ് എന്ന് അന്വേഷിച്ച് അദ്ദേഹം ഇരിക്കുന്ന ടെന്റിലേക്ക് ഓടിക്കയറുകയും സർപ്രൈസ് എന്ന് വിളിച്ചു പറയുകയുമാണ് സുപ്രിയ. ഭാര്യയെ പെട്ടെന്ന് കണ്ട ആകാംക്ഷയിൽ പൃഥ്വി ഞെട്ടിയെങ്കിലും യാതൊരു ഭാവവ്യത്യാസവും വന്നില്ലെന്നതാണ് വസ്തുത. എന്നിരുന്നാലും ഇതിനു പിന്നാലെ സുപ്രിയയെ കെട്ടിപ്പിടിക്കുകയും സ്നേഹം പങ്കുവെക്കുകയും ചെയ്തു. ഒരു ഹായ് എങ്കിലും പറയാൻ സുപ്രിയ പറഞ്ഞതോടെ നീ മുംബൈയിൽ നിന്നും നേരിട്ട് വരികയാണോ എന്നും സുഖമാണോ എന്നുമൊക്കെ പൃഥ്വി ചോദിക്കുന്നുണ്ട്. ഫ്ലൈറ്റിൽ കയറി വരികയും 3 മണിക്കൂറോളം പോസ്റ്റ് അടിച്ച് റോഡിലൂടെ യാത്ര ചെയ്തു എമ്പുരാന്റെ സെറ്റിലെത്തി. ഇന്ന് സിനിമയുടെ ലാസ്റ്റ് ദിവസമായതിനാൽ ഡയറക്ടർ സാറായ പൃഥ്വിരാജിന് ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് കരുതി. എന്നാൽ നീ എന്തിനാ വന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. ഭർത്താവിന്റെ ശ്രദ്ധ മാക്സിമം തെറ്റിക്കാമെന്ന് കരുതി എന്നൊക്കെയാണ് വീഡിയോയ്ക്ക് ക്യാപ്ഷനായി സുപ്രിയ കുറിച്ചിരിക്കുന്നത്. മാത്രമല്ല റൊമാൻറ്റിക്കായ ഭാര്യയും അൺറൊമാൻറ്റിക്കായ ഭർത്താവും എന്നാണ് ഹാഷ്ടാഗായി കൊടുത്തിരിക്കുന്നത്. അതേസമയം താരങ്ങളുടെ വീഡിയോയുടെ താഴെ നിരവധി കമൻറ്റുകളാണ് വരുന്നത്. സെറ്റിലേക്ക് ഒരാളെയും കയറ്റരുതെന്ന് പറഞ്ഞതല്ലേ, എന്നിട്ട് അവരുടെ ഒരു സർപ്രൈസ്. ഇടയ്ക്കൊക്കെ ചേച്ചി ഈ ചങ്ങായിയെ ഞെട്ടിക്കണം, വല്ല കള്ളക്കളിയും ഉണ്ടെങ്കിൽ പിടിക്കാലോ. പൃഥ്വിരാജ് അൺറൊമാൻറ്റിക് മനുഷ്യനാണെന്ന് വിശ്വസിക്കാനേ സാധിക്കുന്നില്ലെന്നും കമൻ്റായി ചിലർ പറയുന്നുണ്ട്. ഷൂട്ടിംഗ് സൈറ്റിൽ അണുബോംബ് വന്ന് വീണാൽ പോലും ഒരു കുലുക്കവും ഏൽക്കാതെ ഷൂട്ട് തുടരുന്ന മനുഷ്യനാണ് സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത്. അവിടെ ബോംബ് വന്ന് ചാടിയാൽ പോലും അങ്ങേർക്കൊരു കുലുക്കവും ഉണ്ടാവില്ല. അപ്പോഴാണ് സർപ്രൈസുമായി നിൽക്കുന്നത്. അതേസമയം പൃഥ്വിരാജിനെ ജോലിക്കിടയിൽ പോയി ശല്യപ്പെടുത്തിയെന്ന് പറഞ്ഞ് ചിലർ സുപ്രിയയെ വിമർശിക്കാനും മറന്നില്ല. അദ്ദേഹം ജോലിയിലാണ്, അതിനർത്ഥം അദ്ദേഹം സംവിധായകൻ്റെ മൂഡിലാണ് എന്നാണ്. അതിനിടയിൽ മുഖത്ത് വന്ന പുഞ്ചിരിയിൽ ഭർത്താവിൻ്റെ മൂഡ് കാണാമെന്നും ആരാധകർ കുറിക്കുന്നുണ്ട്.